ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഒന്ന് ഉണ്ടാക്കും. നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ എന്താ തോരൻ വെക്കുക, അല്ല എന്താ മെഴുക്കുവരട്ടി വെക്കുക എന്നൊക്കെ തോന്നത്തില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരേ കനത്തിൽ നീളത്തിൽ അരിഞ്ഞ് ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എപ്പോഴും അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക, ഇല്ലെങ്കിൽ അതിന് ഒരു കറുത്ത കളർ വരും കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നീളത്തിലരിഞ്ഞ ഒരു സവാളയാണ്, ചെറിയ സവാളയാണ് എടുത്തത്. അത് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരണം. അതായത് ഈ സവാളയുടെ കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ ചെറിയ ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകപ്പൊടി ചേർക്കണം ഇതിനെങ്കിലാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത്. അതോടൊപ്പം തന്നെ 1/4 സ്പൂൺ അളവിലുള്ള മുളക് പൊടി കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അല്പം കുരുമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 1/4 സ്പൂൺ ചേർത്തിട്ട് ഇതിൻ്റെ പൊടികളൊക്കെ പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്നിളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഈ മെഴുക്കുവരട്ടി, അതായത് പൊട്ടറ്റോ കൂടി ഇടുമ്പോഴേക്കും മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി എടുത്ത ആ ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ചെറു തീയിലൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. കണ്ടല്ലോ, നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് നിമിഷ നേരം കൊണ്ട് റെഡിയായി എന്ന് വേണേൽ പറയാം അല്ലേ. അപ്പോൾ ഇത് ചോറിനൊപ്പം അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ നല്ല കട്ട തൈരും അതോടൊപ്പം തന്നെ ഒരു അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഉഗ്രനാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ.